പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഉപന്യാസം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ആസ്വാദനങ്ങൾ എഴുതാന്നുള്ളൊരു വീഡിയോ സാറ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നു. അടുത്ത് നമ്മൾ മുഖപ്രസംഗമാണ് പറയാൻ പോകുന്നത്. എഡിറ്റോറിയൽ ഇതൊക്കെ പരീക്ഷാ പേപ്പറിലുള്ളതാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണ്. ഇവയെല്ലാം ഇതിനൊന്നും നിങ്ങൾ നിസ്സാരമായി കാണരുത്. കാരണം ഇവയൊന്നുമില്ലാത്തൊരു ചോദ്യ പേപ്പർ എൻ്റെ കുഞ്ഞുങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. അപ്പം ഈ എഡിറ്റോറിയൽ ഞാൻ മുൻപ് നിങ്ങൾക്ക് വീഡിയോ തന്നതാണ്, എങ്ങനെ എഡിറ്റോറിയൽ എഴുതണം എന്നൊക്കെ ഉള്ളത് ചെറിയ വീഡിയോ തന്നതാണ്. പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം ചെയ്യാൻ പോണെന്നാണ്, പരീക്ഷ അടുപ്പിച്ച പരീക്ഷ 13-ാം തീയതി പരീക്ഷ തുടങ്ങുന്നത് കൊണ്ട് നമ്മൾ ഒന്നുകൂടി നിങ്ങളെ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വീഡിയോസും മക്കൾ കാണുക മാത്രമല്ല, കഴിയുന്നതും നിങ്ങളുടെ കൂട്ടുകാർക്ക് മുഴുവൻ ഷെയർ ചെയ്യാൻ കൂടെ മടിക്കരുത്. കാരണം എന്താണെന്നറിയോ, ഇവയൊന്നും ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ്, മുഖപ്രസംഗം, കഥാപാത്ര നിരൂപണം ഇവയൊന്നുമില്ലാത്ത ഒരു ചോദ്യം പേപ്പർ എന്തായാലും ഉണ്ടാവില്ല. അപ്പം നമുക്ക് മാർക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവന് കൂടി മാർക്ക് കിട്ടട്ടെ. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന ശ്രീനാരായണ ഗുരു പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം നമുക്ക് കിട്ടുന്ന മാർക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൂടെ കിട്ടട്ടെ എന്നതുകൊണ്ട് തന്നെ മാക്സിമം മക്കൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഷാജി സാറിൻ്റെ ബലം എന്ന് പറയുന്നത് സത്യത്തിൽ നിങ്ങളുടെ സഹകരണമാണ്. നിങ്ങളില്ലെങ്കിൽ ഞാനില്ല എന്നുള്ള സത്യം ഓർത്ത് വെക്കുക. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമാണ് ഷാജി സാറിന് പറയാനുള്ളത്. ഇതോടൊപ്പം തന്നെ പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ തകർക്കുകയാണ്. ആ തകർക്കുന്ന സമയത്തും എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. മുഖപ്രസംഗം 3 രൂപത്തിൽ വരാം. നോക്കൂ, മുഖപ്രസംഗം തയ്യാറാക്കാൻ വരാം, എഡിറ്റോറിയൽ എന്ന് പറഞ്ഞുകൊണ്ട് വരാം, പത്രാധിപക്കുറിപ്പ്, ഇങ്ങനെയും വരാം. ഇത് 3ഉം ഒന്നാണ്. ഇത് ഏത് വന്നാലും നിങ്ങൾ എഡിറ്റോറിയൽ തന്നെ. എഡിറ്റോറിയലിൻ്റെ മറ്റൊരു പേരാണ് മുഖപ്രസംഗം. അതുപോലെ തന്നെ പത്രപ്രവർത്തകർക്കിടയിലുള്ള പേരാണ് പത്രാധിപക്കുറിപ്പ്. മുഖപ്രസംഗം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കൾ ദയവ് ചെയ്ത് പ്രസംഗം എഴുതി വെക്കരുത്. മിക്ക കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട് മുഖപ്രസംഗം ചോദിച്ചു കഴിഞ്ഞാൽ പ്രസംഗം എഴുതി വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രസംഗമല്ല ചോദിക്കുന്നത്, മുഖപ്രസംഗം അതിൻ്റെ ഫോർമാറ്റ് തന്നെ വേറെയാണ്. മുഖപ്രസംഗം ചോദിച്ചാൽ പ്രസംഗം എഴുതി വെക്കരുത്. മിക്ക കുട്ടികളും അങ്ങനെയാണ് ചെയ്തു വെക്കുക. പക്ഷേ എൻ്റെ എക്സാമിനർ കുട്ടികൾ ഒരിക്കലും അത് ചെയ്യാൻ അനുവദിക്കില്ല, അല്ലേ? ചെയ്യാൻ നമ്മൾ അനുവദിക്കില്ല. കാരണം എക്സാമിനർ കുട്ടികളെന്ന് പറഞ്ഞാൽ എക്സാമിനർ കുടുംബത്തിലെ കുട്ടികളാണ്. ആ കുടുംബത്തിലെ പ്രശ്നം കുടുംബത്തിലെ മാത്രമല്ല, ആർക്കും വരരുത് എന്നാണ് സാറിൻ്റെ പ്രാർത്ഥന. എനിക്ക് എല്ലാ മക്കളും നമുക്ക് ഒരുപോലെയാണ്. അപ്പം നിങ്ങൾക്ക് മാത്രം, എക്സാമിനർ കുടുംബത്തിന് മാത്രമല്ല മറ്റാർക്കും ഉണ്ടാവരുതെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി എൻ്റെ കുഞ്ഞുങ്ങൾ ഇത് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ മുഖപ്രസംഗം, എഡിറ്റോറിയൽ, പത്രാധിപക്കുറിപ്പ് ഇത് 3ഉം ഒന്നാണ്. ഇതിലേത് ചോദിച്ചാലും സാറിപ്പോൾ പറയാൻ പോകുന്നതാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പം എല്ലാത്തിനും പറഞ്ഞതുപോലെ തന്നെ ആദ്യം വേണ്ടത് തലക്കെട്ടാണ്. തലക്കെട്ട് എഴുതിയില്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകൻ നിങ്ങളുടെ തലക്കിട്ട് തരുന്നതായിരിക്കും, അല്ലേ? തലക്കെട്ട് എഴുതിയില്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകൻ നിങ്ങൾക്ക് തലക്കിട്ട് തരുന്നതായിരിക്കും. അതുകൊണ്ട് തലക്കെട്ട് അഥവാ ശീർഷകം നിർബന്ധമാണ്. ആമുഖം നിർബന്ധമാണ്. സമകാലിക സാഹചര്യം, അടിയന്തര പ്രാധാന്യം, പരിഹാരമാർഗങ്ങൾ, ഉപസംഹാരം. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ്. സമകാലിക സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിന് നിലവിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് നോക്കുക. നമുക്കൊരു ചോദ്യം തരുന്ന സമയത്ത് നിലവിൽ എന്തെല്ലാം സാഹചര്യമാണ് അതിനുള്ളത് നോക്കുക. നിലവിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ, സാഹചര്യമുണ്ടോ എന്നൊക്കെയാണ് ആദ്യം നമ്മൾ പരിശോധിക്കണം. അപ്പോൾ സമകാലിക സാഹചര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അടിയന്തര പ്രാധാന്യമുള്ള എന്തെങ്കിലും ഉണ്ടോ, അല്ലേ? അടിയന്തരമായ പ്രാധാന്യമുള്ള, അതായത് പെട്ടെന്ന് പ്രാധാന്യം അറിയിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കുക. പരിഹാരമാർഗങ്ങൾ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എഡിറ്റോറിയലിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പരിഹാരമാർഗങ്ങളും നിർബന്ധമായും ഉണ്ടായിരിക്കണം. ചോദ്യത്തിൻ്റെ നിലയനുസരിച്ച് പരിഹാരം നിർദ്ദേശിക്കത്തക്ക രൂപത്തിലുള്ള ഏതെങ്കിലും ചോദ്യമാണോ തന്നത് നോക്കുക. അങ്ങനെയെങ്കിൽ അതിന് പരിഹാരമാർഗം കൂടി എൻ്റെ മക്കൾ കാണണം. അതാണ് എഡിറ്റോറിയലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഉപസംഹാരം അഥവാ കൺക്ലൂഷൻ. അപ്പോൾ 3 പാരഗ്രാഫ് എങ്കിലും ഇതും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ശീർഷകം
എന്നുള്ളത് മറന്നു പോകരുത്. ശീർഷകം എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. ആസ്വാദനത്തിനൊരു പക്ഷേ നിങ്ങൾ ശീർഷകം എഴുതാൻ മറന്നു പോയാലും അത് വലിയൊരു കുറ്റമായിട്ടോ അല്ലെങ്കിൽ മാർക്ക് വല്ലാതെ കുറയ്ക്കുന്നതായിട്ടോ വരില്ല. എഴുതണം, അഥവാ എഴുതിയില്ലെങ്കിലും അതൊരു വല്ലാതെ മാർക്ക് പോവില്ല. പക്ഷേ മുഖപ്രസംഗം, ഉപന്യാസം ഇവ രണ്ടിനും നിങ്ങൾ വലിയ ബാനർ ശീർഷകം തന്നെ എഴുതണം. ശീർഷകം എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പോകും എന്നുള്ളത് കൂടി എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ശീർഷകം പ്രാധാന്യമാണ്. ആമുഖം പിന്നെ എല്ലാത്തിലും ഉണ്ടാകും അല്ലേ? ആമുഖമുണ്ട്, സമകാലിക പ്രസക്തിയുണ്ട്, അടിയന്തര പ്രാധാന്യമുള്ളതുണ്ട്, പരിഹാര മാർഗങ്ങൾ വേണം, അതോടൊപ്പം തന്നെ ഉപസംഹാരം എന്ന് പറഞ്ഞുകൊണ്ട് കൺക്ലൂഷൻ പാർട്ട് നിങ്ങൾ എഴുതണം. അപ്പം നമുക്ക് നോക്കൂ, 2 എഡിറ്റോറിയൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു എഡിറ്റോറിയൽ നമുക്ക് നോക്കാം. സഹസ്രാബ്ദങ്ങളായി നിലനിന്നിരുന്ന മൂഢാചാര പാരമ്പര്യത്തെയും അന്ധവിശ്വാസങ്ങളെയും ധീരതയോടെ ധ്വംസിച്ച സാമൂഹ്യ ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഉൽപ്പതിഷ്ണുവാണ് ശ്രീനാരായണ ഗുരു എന്ന പാഠഭാഗത്തിൽ നിന്നാണ്. നാം വലിച്ചെറിഞ്ഞ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പുതിയ രൂപത്തിൽ കേരളത്തിൽ തിരിച്ചെത്തുന്നുണ്ടോ? സമകാലിക സംഭവങ്ങൾ കൂടി വിശകലനം ചെയ്ത് നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണം എന്ന വിഷയത്തിൽ എഡിറ്റോറിയൽ തയ്യാറാക്കുക. എഡിറ്റോറിയൽ മുഖപ്രസംഗം. അപ്പോൾ പ്രസംഗമല്ല, വീണ്ടും സാറ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ നോക്കുന്ന പേപ്പറുകളിലൊരു 100 എണ്ണം എടുത്താൽ അതൊരു 25 എണ്ണവും പ്രസംഗം മാന്യ സദസ്സിന് നമസ്കാരം, ബഹുമാന്യരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗം എഴുതി വെക്കാറുണ്ട്. പ്രസംഗം എഴുതേണ്ടത് പ്രസംഗം, പ്രഭാഷണം ഇവ രണ്ടിലേതും ചോദിച്ചാൽ മാത്രമാണ് നിങ്ങൾ പ്രസംഗം എഴുതി വെക്കേണ്ടത്. മുഖപ്രസംഗം ചോദിച്ചാൽ പ്രസംഗമല്ലേ അല്ല. എൻ്റെ മക്കൾ അത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ശീർഷകം കിട്ടി. എന്താ? നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണം. അത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ശീർഷകമാക്കാം. അപ്പോൾ നിങ്ങളുടെ ഉത്തരത്തിൻ്റെ ശീർഷകം കിട്ടി അല്ലേ? ഈ ശീർഷകം ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് എഴുതാം. അത് തന്നെയാണ് ഉത്തരം. നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണം. അപ്പോൾ ശീർഷകമായി. ആമുഖം എന്നുള്ള രൂപത്തിൽ എഴുതുക. കേരളത്തിൻ്റെ നവോത്ഥാന നായകരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ശ്രീനാരായണ ഗുരു അല്ലേ? അദ്ദേഹം ഒരേ സമയം യോഗിയും അതേസമയം കർമ്മധീരനുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കർമ്മയോഗി എന്ന് വിളിക്കുന്നത്. കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി മൂഢാചാരങ്ങളെ ഇല്ലാതെയാക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ച യുഗാചാര്യനായി തന്നെ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കാണാം. ചട്ടമ്പി സ്വാമികളെപ്പോലെയും അതുപോലെ ദയാനന്ദ സരസ്വതികളെപ്പോലെയും ഒക്കെ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു നാമധേയം തന്നെയാണ് ശ്രീനാരായണ ഗുരു. ആമുഖമായോ? അപ്പോൾ ഇനിയോ നോക്കൂ, ഇനി അടുത്ത പാരഗ്രാഫ് എന്ത് ചെയ്യുക? കേരളം ഒരു കാലത്ത് ഭ്രാന്താലയമായിരുന്നു. കാരണം ജാതി വിവേചനങ്ങൾ കൊണ്ട് അന്ധകാര ജീവിതം നയിച്ചിരുന്ന ഒരു ജനതയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. കേരളത്തെ നോക്കി സ്വാമി വിവേകാനന്ദൻ കേരളം ഭ്രാന്താലയമാണ് എന്ന് പറയാൻ പ്രധാന കാരണങ്ങളെന്താ? നമ്മുടെ ജാതീയപരമായ ഉച്ചനീചത്വങ്ങളായിരുന്നു. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും അശുദ്ധമുള്ളവരായി മാറുക അല്ലേ? മനുഷ്യനെ എന്തായി കാണുന്ന, അശുദ്ധ ജീവിയായി കാണുന്ന ഒരു സാമ്പ്രദായിക രീതി കേരളത്തിലുണ്ടായിരുന്നു. ചാതുർവർണ്ണ്യമായിട്ടായിരുന്നു നമ്മൾ തിരിച്ചല്ലേ ഒരു ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ചാതുർവർണ്ണ്യ രീതി ഇവിടെ ഉണ്ടായിരുന്നു. ചാതുർവർണ്ണ്യ രീതിക്ക് മാത്രമല്ല, അതിൻ്റെ ഒന്നും പെടാത്ത 5ാമതൊരു ജാതി, ആ ജാതിയായിരുന്നു ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്. ഇതിനെതിരെയാണ് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ഉൽപ്പതിഷ്ണുക്കൾ പ്രവർത്തിച്ചതും ഒരു പരിധിവരെ ജാതി ചിന്തകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചതും. ഇതാണ് നിങ്ങളുടെ ആശയഭാഗം വരുന്നത്. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ജാതി ചിന്തയും ജാതി വ്യവസ്ഥയും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നഖവും ദന്തവും പല്ലും നഖവും കൊണ്ട് ഇന്നും നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്നുണ്ട്. ദുരഭിമാനത്തിൻ്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, ജാതി വംശങ്ങൾ തമ്മിൽ നടത്തുന്ന വാക്പോരുകളും തർക്കങ്ങളും,
അല്ലേ? ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളെ വിവാഹം ചെയ്താൽ അദ്ദേഹത്തെ ഇല്ലാതെയാക്കി കളയുകയോ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയോ ഒക്കെ ചെയ്യുന്ന പ്രവണത വീണ്ടും നമ്മുടെ കേരളത്തിൽ വന്നിരിക്കുന്നു. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു ജനവിഭാഗം ഇന്നും അടിച്ചമർത്തപ്പെടുന്നില്ലേ എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു വലിയ ലോകത്തെ പടുത്തുയർത്തേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. ഇതൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്തേണ്ടത്? അതിന് സമകാലികത ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് 9ാം ക്ലാസ്സിൽപ്പെട്ട ഒരു പെൺകുട്ടി അന്യമതത്തിൽപ്പെട്ട ഒരു ആൺകുട്ടിയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ പിതാവ് നിർദ്ദയം വിഷം കൊടുത്ത് കൊല്ലുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അത്തരത്തിലുള്ള പത്രവാർത്തകളുടെ ഒക്കെ വെച്ചുകൊണ്ട് സമകാലികതയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് പരിഹാര മാർഗങ്ങൾ നമ്മൾ കാണണം. മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമ്മൾ ശ്രമിക്കണം. വിദ്യാർത്ഥികൾക്ക് ഒരേ യൂണിഫോം വരെ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ്? ജാതി മത ചിന്തകളില്ലാതെ, ഉയർന്നവനും താഴ്ന്നവനെന്ന് ചിന്തയില്ലാതെ എല്ലാവരും ഒരുമിച്ച് വാഴണമെന്നുള്ള ആ ഒരു സമത്വത്തിൻ്റെ ചിഹ്നമായിട്ടാണ്. അപ്പോൾ ജാതിയല്ല, മനുഷ്യനും മനുഷ്യത്വവുമാണ് വലുതെന്ന ഒരു ചിന്തയിൽ ഊന്നിയ കേരളം പടുത്തുയർത്തേണ്ടത് ആവശ്യമാണെന്നും അതിന് മാത്രമേ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള പരിഹാര മാർഗമായിരിക്കണം എൻ്റെ കുഞ്ഞുങ്ങൾ അവസാനം എഴുതൽ. ഇതാണ് എഡിറ്റോറിയൽ എഴുതുമ്പോൾ. എന്നിട്ട് നിങ്ങൾ എഡിറ്റോറിയലൊക്കെ എഴുതി കഴിഞ്ഞു, ഇവിടെ നിന്ന് എഴുതി സാധാ ഉത്തരം എഴുതുമ്പോൾ കഴിഞ്ഞിട്ട് പെൻസിൽ കൊണ്ട് എന്ത് ചെയ്യുക? വളരെ ചെറിയൊരു ബോർഡർ വരയോട് ചേർന്ന് തന്നെ വരയ്ക്കുള്ളിൽ അതിനൊരു ബോക്സിനുള്ളിലാക്കുക. ദയവ് ചെയ്ത് മക്കൾ മനസ്സിലാക്കേണ്ടത്, ചെറിയ ബോക്സ് വരച്ചാൽ അതിൽ എഴുതാനല്ല ഉദ്ദേശിക്കുന്നത്. ഉത്തരം നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ, നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ഉത്തരം സാധാ ഉത്തരം എഴുതുമ്പോൾ തന്നെ ഫസ്റ്റ് ടു എൻഡ് വരെ എഴുതിപ്പോയിട്ട് അതിനിടയിലൂടെ ചെറുതായിട്ട് പെൻസിൽ കൊണ്ട് ഒരു നേർത്ത ബോക്സ്, അങ്ങനെ നിങ്ങൾ ഒരു എഡിറ്റോറിയലിൻ്റെ രീതി എന്താണെന്ന് നിങ്ങൾക്കറിയാം എന്നറിയാം. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. എഡിറ്റോറിൻ്റെ പത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെ എൻ്റെ മക്കൾക്ക് കാണിച്ചു തന്നിരുന്നു. ആ പത്രത്തിൻ്റെ ഭാഗം കൂടെ ഉള്ളതുപോലെ ചെറുതായിട്ടൊരു ബോക്സ് വരയ്ക്കണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. ഞാനിതൊക്കെ മുഖപ്രസംഗമൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നതാണ്. പക്ഷേ ഞാൻ ഒന്നുകൂടെ പറയാൻ, ഈ ഉദാഹരണങ്ങൾ കൂടി വെച്ചുകൊണ്ട് പറയുമ്പോൾ ഇതുപോലൊരു എന്തായാലും മുഖപ്രസംഗം നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരുവിൽ നിന്ന് വരും. മലയാളം സെക്കൻഡിൽ മുഖപ്രസംഗം വരുന്നുണ്ടെങ്കിൽ അത് വരാൻ ഏറ്റവും സാധ്യതയുള്ളത് ശ്രീനാരായണ ഗുരുവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പാഠഭാഗം ഒന്നുകൂടെ മക്കൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ നോക്കൂ, നിങ്ങൾ തലക്കെട്ട് നമ്മൾ കണ്ടെത്തി അല്ലേ? ആമുഖം കണ്ടു, സമകാലിക സാഹചര്യം നമ്മൾ കണ്ടു. പിന്നെ അടിയന്തര പ്രാധാന്യമുള്ളത് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ലോകത്തിന് ആഹ്വാനം ചെയ്യണം. പരിഹാര മാർഗം എന്താണ് നമ്മൾ കണ്ടു, ഉപസംഹാരം കൺക്ലൂഷൻ എന്താണ് നമ്മൾ കണ്ടു. അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തേണ്ടത്? മുഖപ്രസംഗം അഥവാ എഡിറ്റോറിയൽ. മനസ്സിലായ മക്കളെ? ഇനി നമ്മൾ അടുത്ത വീഡിയോ എൻ്റെ മക്കൾ നിർബന്ധമായി ഇതോടൊപ്പം തന്നെ നിങ്ങൾ പ്രാധാന്യത്തോടെ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണണം. കാരണം നമ്മളിനി അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ്. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ്.